എല്ലാം കളഞ്ഞു കുളിച്ചേച്ച് താടിക്ക് കൈയും കൊടുത്ത് ഇണ്ണാമനായിട്ട് കുത്തിയിരുന്നോ. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? എടോ, തന്റെ കൂടെ വന്ന പെണ്ണിന്റെ തോളത്തൊരുത്തൻ കൈവയ്ക്കുന്നത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് 2 ഡയലോഗ് എങ്കിലും പറയണ്ടേ. എന്നിട്ട് വേണം ബാക്കിയുള്ളവർ കേൾക്കാൻ. കേട്ടാൽ എന്താ? കേൾക്കണം, കേൾപ്പിക്കണം. എടോ, തന്റെ ആണത്തം കാട്ടാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് താൻ കളഞ്ഞില്ലേ? താൻ അവനോട്ട് 2 പൊട്ടിക്കാൻ കൂടെ ചെയ്തിരുന്നെങ്കിൽ താൻ അവരുടെ മുമ്പിൽ ആരായനെ? നല്ല കാര്യായി. ഇതെന്താ സിനിമയാ? ഹീറോ ആയിട്ട് വില്ലനെ കയറി തല്ലാൻ? ഞാൻ അങ്ങോട്ട് 2 കൊടുത്തു നിൽക്കട്ടെ, അയാൾ ഇങ്ങോട്ടും കണ്ടു തന്നാലോ? കൊള്ളണം. ഉള്ളല്ലേ ഉള്ളൂ. എനിക്ക് നിശ്ചയുള്ള കാര്യമല്ല. തന്നെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞാ മതിയല്ലോ. സിനിമ കാണാൻ പോകുമ്പോ ഒരുത്തം വന്ന് പെണ്ണിന്റെ തോളത്ത് കൈവെക്കും, അപ്പൊ അയാൾ ചീത്ത വിളിക്കണം, തള്ളണമെന്നൊക്കെ ഇവിടുന്ന് ആരാണ്ട് പറഞ്ഞു വിട്ട പോലെ. അയ്യോടാ, പറഞ്ഞു വിട്ട പോലെ എല്ലാം ചെയ്തല്ലോ. എന്തിനാ എന്റെ ഗോപിയെ തുടക്കം മുതലേ കാട്ടക വിരുദ്ധായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? പിന്നെന്താ? എന്നൊക്കെ ഓരോന്ന് കുറ്റിയും പറിച്ച് പോരും മനുഷ്യനെ മെനക്കെടുത്ത്. ചിരിച്ച് ചിരിച്ച് എന്റെ വയറ്റിൽ അത്രയും നീരാ കേട്ടോ. എന്റെ അമ്മ തിയേറ്ററിൽ വെച്ച് വീർപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു, എപ്പോഴാ പൊട്ടുകയെന്നറിയാതെ. അപ്പൊ ഞാനോ സിനിമയ്ക്ക് പോയത് മാത്രം വെച്ച് ഒരു വസ്തു കാണാൻ സാധിച്ചു. എന്താ കഥയെന്ന് ചോദിച്ചാൽ വീണ്ടും സിനിമയ്ക്ക് പോകണം. ആ ഉണ്ണിയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. എന്റെ പൊന്നി ശ്രീയേട്ടാ, ആ പാവത്തിനായിട്ട് കുരങ്ങ് കളിപ്പിച്ചാൽ മതി നമുക്ക്. ഇതൊക്കെ ഒരു തമാശയല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ. അയാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മഫനൊന്നുമല്ല. പളച്ചു കേട്ടൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധ പ്രകൃതമാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു എന്നിരിക്കട്ടെ, വളരെ ക്ലിയർ കട്ടായിട്ടാണ് അതിന്റെ മറുപടി. പിന്നെ അതിനെപ്പറ്റി അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. അയാൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഫ്രാങ്ക്നെസ് അങ്ങോട്ടും പ്രതീക്ഷിക്കില്ലേ? ഇപ്പൊ തന്നെ തനിക്ക് തന്നെ അയാളിൽ ഒരു പുതിയ കഥാപാത്രത്തെ കാണാൻ കിട്ടിയില്ലേ? ഇനിയും ആ ശുദ്ധഗതിനെ നമ്മൾ മുതലെടുക്കരുത്. ടേസ്റ്റ് ചെയ്യുന്നതിനും വേണ്ട ഒരു അതിരൊക്കെ. താനായിപ്പോ ആളുടെ മനസ്സ് മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, അതുകൊണ്ടല്ല ശ്രീയേട്ടാ. ശരി, തർക്കം വേണ്ട. ഒരു പ്ലസന്റ് സർപ്രൈസോടെ നമുക്ക് ഈ കളി അവസാനിപ്പിച്ചേക്കാം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം, താൻ അനുസരിച്ച് വെച്ചാ മതി. ഗോപി, താൻ അങ്ങോട്ട് വരിക. കാര്യം ഒരു കാര്യം നമ്മളൊന്നും കേൾക്കാൻ പാടാത്താണോ? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. എന്താ കാര്യം? എന്നെ ഉണ്ണാൻ വിളിച്ചു. ആരെ? വീട്ടിലേക്ക് നാളെ വൈകിട്ട്. ശാരദാമ്മ? സത്യമായിട്ടും പറയാണ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, ഉണ്ണിയെ മാത്രമേ വിളിക്കണുള്ളൂ, വൈകിട്ട് ഉണ്ണാൻ വീട്ടിലേക്ക് വരണമെന്ന്. ശാരദാമ്മ ഉണ്ണിയെ വീട്ടിലേക്ക് വിളിച്ചെന്നോ? എന്താ വിശ്വാസമാണല്ലേ? കോൾ അടിച്ചല്ലോ ഉണ്ണിയെ. ഇതിന് സ്റ്റഡി ക്ലാസ് വേറാണ് കേട്ടോ. ഉണ്ണിയോ? ഉണ്ണി വരാറായല്ലോ എന്ന് ഞാൻ ഇപ്പൊ ഓർത്തേ ഉള്ളൂ. വരൂ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. വരൂ, ഇരിക്കും. എന്താ കുടിക്കാൻ വേണ്ടേ? കാപ്പിയോ അതോ തണുത്തതോ? എന്തായാലും വിരോധമില്ല. ആദ്യമായിട്ട് വരുന്നല്ലേ, തണുത്തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഉണ്ണി വഴിയറിയാണ്ട് ബുദ്ധിമുട്ടിയോ? കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നല്ലോ. വളവ് തിരിഞ്ഞ് 3ാമത്തെ പോസ്റ്റ്, 2ാമത്തെ വീട്, പച്ച ഗേറ്റ്, ചുവന്ന ഷോവാൾ, രചന എന്നുള്ള പേര്. ഒരു വിഷമം ഉണ്ടായില്ല.
ഉണ്ണിക്ക് എങ്ങനെയാ മ്യൂസിക്കിൽ താല്പര്യമുണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമാണ്. വിലാസം ചേച്ചി ഉള്ളപ്പോ നാട്ടിൽ ഏത് പരിപാടി വന്നാലും ഞങ്ങൾ പോവായിരുന്നു. ഉണ്ണി പാടുവോ? കേക്കേ ഉള്ളൂ. അത് വെറുതെ പറയാം. ഉണ്ണി പാടും. ഏയ്, അതെങ്ങനെ അറിയാം? കണ്ടറിയാലോ. എന്തായി പറയണേ? കൊളക്കടവിൽ ആരും കേൾക്കാണ്ട വല്ലോ മൂളൊന്നല്ലാണ്ട് ഞാൻ പാടുവൊന്നുമില്ല. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് കേട്ടോ. ഉണ്ണി പാടുമായിരുന്നെങ്കിൽ ടേപ്പിൽ എടുക്കായിരുന്നു. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പ്രാണനാ. പാടുവോ? ആര്? ഞാനോ? ആ, പണ്ട് പഠിക്കണ കാലത്ത് നല്ലോണം പാടുമായിരുന്നു. ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആഹാ, അപ്പൊ പാടാനൊക്കെ അറിയാല്ലേ? അതൊക്കെ പണ്ടല്ലേ ഉണ്ണി. ആ, അതൊന്നും പറയണ്ട. ഒരിക്കൽ അറിയാമെന്ന് വെച്ചാൽ എപ്പോ വേണമെങ്കിൽ പാടാലോ. അതൊക്കെ എനിക്കറിയാം. ഉണ്ണിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് പാടിയ പാട്ടുകൾ ഏതെങ്കിലും ടേപ്പിൽ കാണും. കേൾക്കണം. പിന്നെ അല്ലാണ്ട് ഉണ്ണി ഇരുന്ന് മുഷിഞ്ഞു കാണുമല്ലേ? ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണുമായിരുന്നു. എന്തിനാ വൈകിക്കണേ? ഊണ് റെഡിയായി. വരൂ, വന്നിരിക്കൂ. കൈ കഴുകിക്കൊള്ളു കേട്ടോ. എന്താ വല്ലാണ്ടേ? ഏയ്, ഒന്നുമില്ല, വിളമ്പിക്കോളൂ. കഴിക്കൂ, കഴിക്കൂ. എനിക്ക് ബാത്റൂമിലൊന്നും. ആ, അതിനെന്താ, അതാ ബാത്റൂം.
അയ്യേ, ബാത്റൂമിൽ പോയിട്ട് കൈ കഴുകണ്ട. കഴിക്കൂ. കഴിക്കുന്നില്ലേ? കഴിക്കലും വിളമ്പിലും കൂടി ഒന്നിച്ചാ ശരിയാവില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം, ഉണ്ണി കഴിക്കൂ. പറഞ്ഞപ്പോ ഇത്രയും കരുതില്ല കേട്ടോ. എല്ലാം ഒന്നാം തരായി. സാമ്പാറ് അതിവിശേഷം. എന്നാ കുറച്ചും കൂടി സാമ്പാറായിക്കോട്ടെ. വേണ്ട അയ്യ, ഷർട്ടിലെല്ലാം സാമ്പാറായല്ലോ. വെരി സോറി ഉണ്ണി. സാരില്ല. ആ ഷർട്ടിങ് തരും, ഞാൻ ഇപ്പൊ തിരുമ്മി തരാം. വേണ്ട ആ, സാരില്ല. അല്ല, തിരുമാണ്ടെങ്ങനെയാ? എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാ. നല്ല കാര്യായി. ഇപ്പൊ തിരുമിയിട്ട രാവിലേക്ക് ഉണങ്ങും. ഇനിയിപ്പോ രാത്രി ലോഡ്ജിൽ ചെന്നിട്ട് എന്താ? ഇന്ന് ഇവിടെയാവോ ഉറക്കം? അല്ല, മുണ്ടിലായില്ല. ഓ ഇല്ല, ഒട്ടുമായിട്ടില്ല. എന്നാ ഉണ്ണി കഴിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. ഉണ്ണി ഒന്ന് റിലാക്സ് ചെയ്യൂ. അപ്പോഴേക്ക് ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയും വേണമല്ലോ. എല്ലാം കൂടി ഒരു 15 മിനിറ്റ്.